ശ്രീ JR പത്മകുമാർ ABC-യിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ആലപ്പുഴയിൽ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഉയർന്ന ഒരു സ്വരം BJPയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഞെട്ടിപ്പിച്ചിട്ടില്ല. അവരെ CPIയെയും CPM-നെയും കോൺഗ്രസിനെയൊക്കെ BJPയുടെ പ്രവർത്തനം ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കഴിഞ്ഞ CPM-ൻ്റെ മീറ്റിങ്ങുകളിലും ഇത്തരത്തിലൊരു പ്രചരണം ഉണ്ടായി. കോൺഗ്രസും BJPയെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ള നിലയിൽ അവർ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്കും സംഘപരിവാറിനും എതിരായിട്ടുള്ള ആക്രമണം, പ്രത്യേകിച്ച് BJPയെ ഫോക്കസ് ചെയ്ത് BJPയുടെ നേതാക്കന്മാരെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ളൊരു ആക്രമണം തുടങ്ങിയതിൻ്റെ ലക്ഷണം ഇതാണ്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയോ കാലമായിട്ട് ഇതിനൊക്കെ അപ്പുറം സെൻട്രൽ ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ സത്യത്തിൻ്റെ യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ BJPക്കെതിരെ കൊടുത്തു. അതിൻ്റെ ലക്ഷ്യം എന്താ? BJPയെ സൈഡിലേക്ക് ചെയ്ത് BJPയുടെ വളർച്ച കേരളത്തിൽ തടയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഏതെങ്കിലും ഒരു മുന്നണിക്കല്ല, രണ്ട് മുന്നണിയും ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വിന്നിങ് പൊസിഷനിൽ പാർലമെൻറ്റിലായാലും അസംബ്ലിയിലായാലും പിന്നെ പഞ്ചായത്ത് ഭരണത്തിലായാലും വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ രണ്ട് മുന്നണികളും ഒരുമിക്കുന്നൊരു കാഴ്ച കേരളത്തിൽ സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അതാണ് ഏറ്റവും വലിയ പ്രസക്തി. ഈ BJP വളരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ രണ്ട് മുന്നണികളുടെയും നിലപാടുകളിലുള്ള സത്യസന്ധതയില്ലായ്മയാണ്. പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അവരെടുക്കുന്ന നിലപാടുകൾ ഓരോ വിഷയം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ രണ്ട് മുന്നണികളും എടുക്കുന്ന നിലപാടുകൾ നോക്കിയാൽ യാതൊരു ബാലൻസിങ്ങും ഇല്ലാത്ത രീതിയിൽ അന്ധമായ BJP വിരോധത്തിൻ്റെ പേരിൽ മാത്രം നിലപാട്. മാത്രമല്ല BJP പറയുന്ന ശരിയാണെങ്കിൽ പോലും അതിനെ എതിർക്കുക എന്നുള്ളൊരു നിലപാടുണ്ട്. അപ്പോൾ ഇത് രണ്ട് മുന്നണികളും ഒരേപോലെ തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസും CPM-ഉം BJP ഇതര ഏകദേശം ബഹുഭൂരിപക്ഷം ഇന്ത്യയിലെ പാർട്ടികൾ ചേർത്തുകൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകൾ വടക്കേ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ സഖ്യം പേരുന്നെങ്കിലും അവിടെ കോൺഗ്രസ് മാത്രമാണ് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ നേരിടേണ്ട പല സംസ്ഥാനങ്ങളിലും വരുന്നത്. ഒന്നോ രണ്ടോ പ്രാദേശിക പാർട്ടികൾ ചില സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ കോൺഗ്രസ് മാത്രമാണ്. പക്ഷേ ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അല്ലെങ്കിൽ NDA നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമാകുന്നില്ല? എന്തുകൊണ്ട്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഈ ഇന്ത്യ സഖ്യം അവിടെ ഒരുമിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസിൻ്റെ ഓഫീസിൽ MA ബേബി ഉൾപ്പെടെ രാജ ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് വളരെ കാര്യമായിട്ട് ദേശീയ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് ചേരിയിൽ നിന്ന് പരസ്പരം പോരടിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ സഖ്യം ശക്തമായില്ല? പക്ഷേ ഇന്നിപ്പോൾ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള അവരുടെ സമ്മേളനവും CPM-ൻ്റെ സമ്മേളനവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില നീക്കങ്ങളും കൂടി നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിൽ വളരെ രീതിയിൽ ഇന്ത്യ സഖ്യം സജ്ജമാകാൻ പോകുന്നു. ഇതുവരെ കേരളത്തിൽ ഇന്ത്യ സഖ്യം ശക്തമാകാതെ ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെ കാരണം BJP ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഒരു ഫോഴ്സ് എന്ന നിലയിൽ മുന്നോട്ട് വരുമെന്നൊരു പ്രതീക്ഷ അല്ലാതെ മുന്നോട്ട് വന്നതായിട്ട് അവർക്ക് ഒന്നോ രണ്ടോ പാർലമെൻറ്റ് സീറ്റിലോ അല്ലെങ്കിൽ 10 താഴെ അസംബ്ലി സീറ്റിൽ മാത്രമാണ് അങ്ങനെ ഒരു ഒന്നാം പൊസിഷനിലോ രണ്ടാം പൊസിഷനിലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്ത്യ സഖ്യം ഇവിടെ ശക്തിയാവേണ്ട ആവശ്യമില്ല. BJP ഒരു വിന്നിങ് പൊസിഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒരു കക്ഷിയായിട്ടോ മുന്നണിയായിട്ടോ ഒരു പവറായിട്ടോ മുന്നോട്ട് വരുമ്പോൾ കേരളത്തിൽ ഈ മുന്നണി ശക്തമാകും. അതാണിപ്പോൾ ഈ ആലപ്പുഴയിൽ വന്നിട്ടുള്ളത്. BJPയുടെ വളർച്ച ഗൗരവമായി കാണണം. അപ്പോൾ ഈ BJP വളരുന്നു എന്നുള്ളത് ശരിയാണ്, സമ്മതിക്കാം.
പക്ഷേ ഈ CPIയോ CPMോ ഒരിക്കലും അത് തുറന്നു പറയാൻ തയ്യാറാകത്തില്ല. നമുക്കറിയാം, തോക്കുമ്പോൾ പോലും അവർ തോറ്റു എന്ന് പറയത്തില്ല. അവർ വോട്ടിംഗ് ശതമാനം പറഞ്ഞുകൊണ്ട് ഇതിനെ വേറൊരു തരത്തിൽ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന രീതിയുണ്ട് അവർക്ക്. അതെ, അതാണ് കാര്യം. ഇപ്പോൾ MP ഗോവിന്ദൻ വളരെ മുന്നേ തന്നെ പറഞ്ഞു, ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP കടന്നു കയറി എന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതും ഇപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയും കൂടി നോക്കുമ്പോൾ നമ്മളത് കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ്. അല്ല, അതിൽ CPMും കോൺഗ്രസും ഇതൊക്കെ, അതുപോലെ CPI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ഈ BJPയെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഇത്രയും കാലം ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഇവർ പറയുന്നതിൽ കഴമ്പുണ്ട്. ഈ അടുത്ത കാലത്ത് CPMൻ്റെ സമന്വയ പോളിറ്റ് ബ്യൂറോ മെമ്പറും നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു പ്രസ്താവന, ഒരു യോഗത്തിലോ പത്രപ്രസ്താവന പറഞ്ഞു, ഇന്ത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും അടിത്തറയുള്ള സംഘടനാ ശക്തിയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളത്തിൽ അവർ പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് സൂക്ഷിക്കണം എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സ്പർശമേൽക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. എല്ലാ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധമുള്ള, അതിനു ബന്ധമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എത്രയോ കാലമായിട്ടുണ്ട്, ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് ഈ നിലയിൽ മുന്നോട്ട് ഇനി തുറന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കാലത്ത് ഈ ദൈവവിശ്വാസത്തെ സംബന്ധിച്ചും വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം, മതവിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിർത്തിരുന്ന പാർട്ടി ഇന്ന് നേരെ തിരിച്ച് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് അവർ പറഞ്ഞത് അമ്പലങ്ങളിലും പള്ളികളിലും സംഘടനകളിലും ഒക്കെ കടന്നു കയറണം എന്ന് പറഞ്ഞ് ഒരു നിലപാട് മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഇവരനുവർത്തിച്ചു വന്നിരുന്ന ഈ നയം ഈ കേരളത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്ന്, വിശ്വാസങ്ങൾക്കെതിരെ നിന്ന് പോരാടിയതുകൊണ്ട് കാര്യമില്ല, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. രണ്ട്, എപ്പോഴും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഈ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ, അല്ലെങ്കിൽ അവർ ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നമ്മുടെ പൈതൃകത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെയൊക്കെ മോശമാണെന്ന് ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു രീതിയിലായിരുന്നു പ്രചാരണം. കാര്യം മറ്റ് ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടിയും അത് ആചരിക്കപ്പെടേണ്ടതാണ്, അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന അതേ പാർട്ടി നേരെ ഇപ്പുറത്ത് വരുമ്പോൾ ഹിന്ദു ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പൗരാണികമായ ആചാരങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, ഇത് എതിർക്കപ്പെടേണ്ടതാണ്, ഇത് ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു സമീപനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലുള്ളൊരു പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബേസാണ്. BJP ഏറെക്കുറെ ഹിന്ദു ബേസിലാണ് കൂടുതൽ പ്രവർത്തന മേഖല. അപ്പോൾ ഇവർ മതേതരത്വവും ജനാധിപത്യവും പുരോഗമനവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വോട്ട് ബാങ്കിനെ കൂടെ നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്കത് മനസ്സിലായി. കാര്യം ഇവരെടുക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഒരേ വിഷയങ്ങളിൽ പോലും ഒരു രീതിയിൽ ഒരു സമീപനം എടുക്കുകയും ഇപ്പുറത്ത് വരുമ്പം തിരിച്ചൊരു സമീപനം എടുക്കുകയും ചെയ്യുന്നത് അത് യുക്തിക്ക് യോജിച്ചതല്ല. നമ്മുടെ യാഥാർത്ഥ്യവുമായി അതിന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് ഇതുമായ നമ്മുടെ ഒരു കീഴടങ്ങലാണ്, അല്ലെങ്കിൽ ഈ വർഗീയമായ ചേരുതിലുണ്ടാക്കും ഇടവരുത്തും എന്നുള്ളൊരു തോന്നൽ അവരുടെ കേഡർത്തട്ടിലുണ്ടായിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ തന്നെ നമുക്ക് എടുക്കാം. ആ ശബരിമല ഇഷ്യൂ കൈകാര്യം ചെയ്ത രീതി CPM. ഇന്നിപ്പോൾ നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ പാളി ഇളക്കിക്കൊണ്ട് ദോരപാളയൻ്റെ പാളി ഇളക്കിക്കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞു കേട്ടോ, അത് തന്ത്രി ആയിട്ട് ആലോചിച്ച് തന്ത്രിയുടെ തീരുമാനമാണ്, ആചാരങ്ങൾ മാറ്റം വരുത്താൻ പാടില്ലായിരുന്നു. കോടതി വരുന്നപ്പോൾ എന്തായിരുന്നു അന്ന് തന്ത്രിയുടെ അഭിപ്രായത്തിന് ഭരണഘടനയിൽ തന്ത്രിയെ കുറിച്ചൊക്കെ അന്ന് സുധാകരനൊക്കെ പറഞ്ഞത് വളരെ നികൃഷ്ടമായ വാക്കുകളാണ്. തന്ത്രി അടച്ചിടും എന്ന് പൂജൻ അടച്ചിടും ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ ഒരു ആക്ഷേപിച്ചാണ്. അന്ന് തന്ത്രിയുടെ വാക്കിന് വിലയില്ല. ഇത് പണ്ട് ദേശാഭിമാനിയോ അല്ലെങ്കിൽ അവരുടെ പത്രമോ ചാനലിൽ കൂടി മാത്രമേ ആളുകൾക്ക് അവരുടെ കേഡേഴ്സിന് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളൂ, പാർട്ടി വിദ്യാഭ്യാസം. പക്ഷേ ഇന്ന് പൊതുവിൽ അങ്ങനെ അല്ലാതെ വരുന്നുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കിയാൽ, ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അവർക്ക് അവരുടെ കേഡേഴ്സിൽ ചോർച്ചയുണ്ടാകുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന്
ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ അടിത്തറ തകരാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലോട്ട് ചായുക എന്നുള്ളതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുകയുള്ളൂ. ഇനി നമ്മുടെ BJP-യേക്കാൾ കൂടുതൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും വലിയ രീതിയിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ. മാത്രമല്ല ഇവരുടെ ഈ പുരോഗമനവും ജനാധിപത്യമൊക്കെ ഒരു സമൂഹത്തെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. മറ്റ് സമൂഹത്തിലേക്ക് ഇവരുടെ എത്ര കാലമായി പ്രവർത്തിച്ചിട്ടും വലിയ രീതിയിൽ ആഴത്തിൽ അവരുടെ ഇടയിലേക്ക് വരാൻ കഴിയില്ല. നമുക്കറിയാം ഇതര മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ മതം, 2 രാഷ്ട്രീയം. ഇപ്പുറത്തേക്ക് വരുമ്പം ഫസ്റ്റ് രാഷ്ട്രീയം, സെക്കൻഡ് മത സംഘടനയെ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ആശയപരമായിട്ടുള്ള പ്രശ്നം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ CPM-ന് മനസ്സിലായി ഈ രീതിയിൽ നമ്മൾ തുറന്നു പോയി കഴിഞ്ഞാൽ അടിത്തറ ഇളകും എന്നുള്ള കാര്യം മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണണമെന്ന് പറയുകയും ഈ അയ്യപ്പ സംഗമം പോലുള്ള മറ്റ് ഇനി ഭജനപ്പാട്ടും പാടി അങ്ങ് നടക്കും. അതിൽ യാതൊരു സംശയമില്ല. വരട്ടെ. നമ്മൾ ഈ മൊത്തം നമ്മുടെ ആഗ്രഹം നമ്മൾ പറയുന്ന ആശയങ്ങൾ കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ്. ഇപ്പോഴെങ്കിലും അവർക്ക് ശരിയെന്ന് തോന്നുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ CPI എന്ത് തീരുമാനം എടുക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. CPI സംബന്ധിച്ചിടത്തോളം സമയക്കുറവാണ് ഞാൻ പറയുന്നത്. അവർ ഈ അച്യുതമേനോൻ ഒരിക്കലൊരു ലേഖനം എഴുതിക്കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചൊരു എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അന്ന് മാതൃഭൂമിയിൽ അത് രണ്ട് എപ്പിസോഡായിട്ട് 2 ലക്കമായിട്ട് വന്നത്. അതിന് EMS തിരിച്ച് മറുപടി എഴുതി 4 ദേശമല 4 ലേഖനം എഴുതിയിട്ടുണ്ട്. അന്ന് അച്യുതമേനോൻ പറഞ്ഞത് ഇന്ത്യയിലെ ഭൂപ്രകൃതി, ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ സൈദ്ധാന്തിക നേതാക്കന്മാരിൽ നിന്ന് പുറത്ത് ഇന്ത്യയിലുള്ള ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വിവേകാനന്ദൻ അങ്ങനെയുള്ള ആളുകളുടെ ആശയങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം വളരെ മാറ്റി നിർത്തി നമ്മൾ വൈദേശിക തത്വശാസ്ത്രയുടെ പിന്നിലേക്ക് പോയത് കൊണ്ടാണ് ഇന്ത്യൻ ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരാൻ പറ്റിയിട്ടില്ല. അത് CPIയുടെ നേതാവ് അച്യുതമേനോൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് വായിച്ചു നോക്കിയാൽ CPI വായിച്ചു നോക്കിയാൽ അതിനെ പിന്തുടരാൻ ശ്രമിച്ചാൽ മതി. എത്രയുള്ളൂ. ഓക്കെ, വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.